കേരളത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ വേഗത്തിലാക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നടപടികളിലേക്ക് AICC നേതൃത്വം കടന്നുകഴിഞ്ഞു. മുഖ്യമന്ത്രി പദം ലഭിച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന് സൂചന നൽകി VD സതീശൻ രംഗത്തുണ്ട്. ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ ഉയർത്തിക്കാട്ടി കെ സി പക്ഷവും രംഗത്തുണ്ട്. എന്നാൽ സീനിയോറിറ്റിക്കാണ് മുൻഗണന നൽകേണ്ടതെന്നാണ് രമേശ് ചെന്നിത്തല വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും മന്ത്രിസഭാ രൂപീകരണത്തിൽ ഘടകകക്ഷികളുമായി നാളെ ചർച്ചയുണ്ടായേക്കും. എബിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. എബി, ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെയാണല്ലോ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ VD സതീശൻ എറണാകുളത്ത് എത്തിയപ്പോൾ അവിടെ വലിയൊരു സ്വീകരണമാണ് VD സതീശന് കിട്ടിയിരിക്കുന്നത്. CM-ന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിപ്പോൾ അവരുടെയൊക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ ഒരു പൊതുവികാരമാണ്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി അത് ഏത് രീതിയിലായിരിക്കും ഈ കോൺഗ്രസ് മറികടക്കുക? ഒപ്പം ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി നോക്കണം. മുഖ്യമന്ത്രി കഴിഞ്ഞ് വേണം മന്ത്രിസ്ഥാനമൊക്കെ നിശ്ചയിക്കുവാൻ. അപ്പോൾ ഏത് രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്? UDF ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വിജയം നേടിയെങ്കിൽ പോലും ഇപ്പോഴും ആ മത്സര രംഗത്ത് UDF ഇപ്പോഴും തുടരുന്ന ഒരു നില തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ മന്ത്രിസഭ രൂപീകരിക്കാനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളുമായിട്ടുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു തീരുമാനത്തിലേക്ക് എത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഈ മൂന്ന് നേതാക്കൾ അവർക്ക് ആ സ്ഥാനം അവകാശപ്പെട്ടതാണ് എന്നുള്ളൊരു വാദത്തിൽ നിന്നും അണുവിട പിന്നോട്ട് പോകാൻ ഇവർ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു വിഘാതമായി നിൽക്കുന്നതും ഈ ഒരു വിജയത്തിന്റെ ഘട്ടത്തിലും ഒരു പ്രതിസന്ധിയാകുന്നതും ഇത് തന്നെയാണ്. എന്തായാലും VD സതീശൻ ഇപ്പോൾ നമ്മളിപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയുന്നത് തന്നെ കേട്ടു. സതീശനെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്തത്. ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒപ്പം തന്നെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ വളരെ കൃത്യമായിരുന്നു. 13 മന്ത്രിമാരാണ് പരാജയപ്പെട്ടത്. ഒപ്പം തന്നെ 100-ലധികം സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ കൃത്യമാക്കിക്കൊണ്ട് തന്നെ പോകുന്നു എന്നുള്ള നില തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ നിലയ്ക്കുള്ള പ്രതികരണം ആളുകളുടെ ഭാഗത്തുണ്ടാകുന്നു. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ എപ്പോഴും ആവശ്യപ്പെടുന്നത് സതീശൻ തന്നെ മുഖ്യമന്ത്രിയാവണം എന്നുള്ളൊരു ആവശ്യമാണ്. അത് തന്നെയാണ് സതീശനും ഇന്നത്തെ ഈ ഒരു അദ്ദേഹത്തിന്റെ വാദത്തിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അതിനനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ സതീശൻ പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഒരു കാര്യം, ആ ഒരു സ്റ്റാൻഡ് സതീശൻ എടുക്കുകയും ചെയ്യും. കാരണം മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മന്ത്രിസഭയിൽ അദ്ദേഹം ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അത് തന്നെയാണ് അദ്ദേഹം എടുക്കാൻ പോകുന്ന ശക്തമായിട്ടുള്ള നിലപാടെന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ്. കാരണം KCക്ക് അനുകൂലമായി കൈപൊക്കാനിരിക്കുന്ന MLA-മാർ തന്നെയാണ് കൂടുതലുമുള്ളത്. 50-ലധികം MLA-മാർ KC തന്നെ മുഖ്യമന്ത്രി ആവണം എന്നുള്ള ആവശ്യം ഉന്നയിക്കും എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലൊരു ചോദ്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് ഒരു സമിതിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ട് വന്ന് MLA-മാരുടെ അഭിപ്രായങ്ങൾ തേടും. ആ ഘട്ടത്തിൽ KCയുടെ പേര് പരിഗണനയ്ക്ക് വരുന്ന ഘട്ടത്തിൽ ഉറപ്പായും MLA-മാർ 50-ലധികം വരുന്ന MLA-മാർ അത്തരത്തിൽ KC തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഉറപ്പായും അത് തള്ളിക്കളയാൻ കഴിയില്ല. അത് ചർച്ച മറ്റൊരു തരത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും രമേശ് ചെന്നിത്തലയും തന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇത്തരത്തിൽ MLA-മാരുടെ പിന്തുണയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഗതികളോ അല്ല പരിഗണിക്കേണ്ടത്, സീനിയോറിറ്റി തന്നെയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ്. MLA-മാരുടെ എണ്ണം സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വരേണ്ടിയിരുന്നതെങ്കിൽ 2021 തന്റെ പ്രതിപക്ഷ സ്ഥാനം 21 തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് ഒരിക്കലും ആ ഒരു നിബന്ധന പാലിച്ചുകൊണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ തന്നെ 2011 മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് ഉൾപ്പെടാൻ കഴിയാതെ പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയൊരു അവസരം തനിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ മുഖ്യമന്ത്രി പദം അത് തനിക്ക് അവകാശപ്പെട്ടതാണ്, അതിൽ പരിഗണിക്കപ്പെടേണ്ട വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ സീനിയോറിറ്റി തന്നെയാണ് എന്നുള്ളൊരു അവകാശവാദം ചെന്നിത്തലയും ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും MLA-മാരുടെ അഭിപ്രായം വളരെ നിർണായകമാണ്. ഒപ്പം തന്നെ MP ഒപ്പം തന്നെ ഘടകകക്ഷി നേതാക്കൾ ഇവരുടെയൊക്കെ തന്നെയും ഒരു സപ്പോർട്ട് അത് കൂടുതലായും KC വേണുഗോപാലിന് ലഭിക്കാനുള്ള സാധ്യത കൂടി കണക്കാക്കപ്പെടുന്നുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു നീക്കം KCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇത് വളരെ വേഗം തന്നെ പരിഹരിക്കാൻ, വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനിയും ദിവസങ്ങൾ നീണ്ടുപോകും. പക്ഷേ മന്ത്രിസഭ രൂപീകരിക്കേണ്ടതുണ്ട്. അതിന് ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് വരേണ്ടതുണ്ട്. ഇനിയിപ്പോൾ മന്ത്രിസഭയിൽ ആരൊക്കെ വരണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്ന ഘട്ടത്തിൽ അത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് ആ ചർച്ച സജീവമാകുന്ന ഘട്ടത്തിൽ ഇതിൽ കൂടുതൽ തർക്കങ്ങളിലേക്കും വലിയ സംവാദങ്ങളിലേക്കും വാഗ്വാദങ്ങളിലേക്കും തന്നെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും വരാനിരിക്കുന്നത് വാർത്താ പ്രളയത്തിന്റെ ദിവസങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും വരാനിരിക്കുന്നത് എബി സൂചിപ്പിച്ചതുപോലെ വാർത്താ പ്രളയത്തിന്റെ ദിവസങ്ങൾ തന്നെയായിരിക്കും. കാരണം മുഖ്യമന്ത്രി തർക്കം തീർന്നിട്ട് വേണം ബാക്കി മന്ത്രിമാരുടെ കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാൻ വേണ്ടി. എന്തായാലും ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്.